കാൽപന്തിന്റെ വിശ്വപോരിന് കൊടിയേറുമ്പോഴൊക്കെ നൊമ്പരമുണർത്തുന്ന ഒരു ചോദ്യം ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഉയരും. അർജന്റീനയ്ക്കും ബ്രസീലിനും ജർമ്മനിക്കും ഫ്രാൻസിനും പോർച്ചുഗലിനും വേണ്ടിയൊക്കെ പക്ഷം തിരിഞ്ഞ് ആർപ്പുവിളിക്കുന്ന നമുക്ക് എന്ന് സ്വന്തം രാജ്യത്തിൻ്റെ കൊടിയുമായി ആവേശം കൊള്ളാനാകും? നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ വലിപ്പം പോലുമില്ലാത്ത രാജ്യങ്ങൾ വരെ വിശ്വപോരിന് പന്ത് തട്ടാനെത്തുന്നു. എന്നിട്ടും യോഗ്യത റൗണ്ടിനപ്പുറം പോകാൻ ഇന്ത്യൻ ഫുട്ബോളിന് കഴിയുന്നില്ല. ചരിത്രം പരതിയാലാകട്ടെ നഷ്ടപ്പെടുത്തിയ സുവർണാവസരം ഒരു തീരാ നോവായി നമ്മെ വീണ്ടും നൊമ്പരപ്പെടുത്തും. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് 1942-46 വർഷങ്ങളിലെ ലോകകപ്പുകൾ റദ്ദാക്കിയിരുന്നു. യുദ്ധാനന്തരം ലോകകപ്പിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആരാതിഥ്യം വഹിക്കുമെന്ന ചോദ്യം ഉയർന്നു. മത്സരിക്കാൻ ടീമുകൾ എത്തുമോ എന്നതും ആശങ്കയായി. ലോകരാജ്യങ്ങളിലേറെയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നൊരു കാലമായിരുന്നു. ലോകകപ്പ് സംഘടിപ്പിക്കുന്നത് മാത്രമല്ല, മത്സരത്തിനായി യാത്രകൾ നടത്തുന്നതും വരെ പ്രയാസമേറിയ കാലം. അത്തരമൊരു സാഹചര്യത്തിലാണ് ലോകകപ്പിന് ആതിഥ്യം വഹിക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ബ്രസീൽ മുന്നോട്ട് വന്നത്. 34 രാജ്യങ്ങളാണ് യോഗ്യത റൗണ്ടിൽ ഉണ്ടായിരുന്നത്. അവയിൽ 13 ടീമുകൾ മാത്രമാണ് ലോകകപ്പിൽ കളിച്ചത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചില രാജ്യങ്ങൾക്ക് ഫിഫ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മറ്റു ചിലർ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് പിന്മാറിയിരുന്നു. എന്നാൽ യോഗ്യത കിട്ടിയിട്ടും ഫിഫ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ടും പിന്മാറിയ രാജ്യമായാണ് ഇന്ത്യയെ ചരിത്രം രേഖപ്പെടുത്തിയത്. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ ഫുട്ബോൾ കളിച്ച കാലമാണ്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഒരേയൊരു മത്സരം മാത്രമാണ് ഇന്ത്യ കളിച്ചത്. ശക്തരായ ഫ്രാൻസ് ആയിരുന്നു അന്ന് എതിരാളികൾ. 30-ാം മിനിറ്റിൽ ലീഡെടുത്ത ഫ്രാൻസിനെതിരെ 70-ാം മിനിറ്റിൽ ഗോൾ മടക്കി ഇന്ത്യ സമനില നേടി. ഇന്ത്യൻ പ്രതിരോധത്തെ പൊളിച്ച് ഗോളടിക്കാൻ ഫ്രഞ്ച് നിര പാടുപെട്ടു. കൈവന്ന പെനാൽറ്റി ഉൾപ്പെടെ അവസരങ്ങൾ മുതലാക്കാൻ ഇന്ത്യക്കും കഴിഞ്ഞില്ല. ഫൈനൽ വിസിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഫ്രാൻസ് 2ാം ഗോളിലൂടെ ജയം സ്വന്തമാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഫ്രഞ്ച് നിരയെ വെള്ളം കുടിപ്പിച്ച മത്സരം. ഇന്ത്യൻ സംഘത്തിലെ ചിലർ ബൂട്ടില്ലാതെയായിരുന്നു അന്ന് കളിച്ചത്. കാലിൽ കട്ടിയുള്ള ബാൻഡേജ് മാത്രം കെട്ടി യൂറോപ്യൻ താരങ്ങളെ നേരിടുന്ന ഇന്ത്യൻ താരങ്ങളുടെ ചിത്രം ലോകത്തെ ആകർഷിച്ചു. ഇന്ത്യൻ ടീമിന്റെ പോരാട്ട വീര്യത്തിന് അന്ന് ലോകം കൈയടിച്ചു. ഒളിമ്പിക്സിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെയാണ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയെ സന്നദ്ധത അറിയിച്ചത്. തുടർന്ന് ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ബർമ എന്നിവർക്കൊപ്പം ഇന്ത്യയെ ഉൾപ്പെടുത്തി ഫിഫ യോഗ്യതാ മത്സരത്തിനുള്ള ഗ്രൂപ്പും പ്രഖ്യാപിച്ചു. 1949 മാർച്ചിൽ പ്രസിഡന്റ് മോയിൻ ഉൽ ഹക്കിന്റെ അധ്യക്ഷതയിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. ലോകകപ്പിൽ പങ്കെടുക്കണമെന്നും പങ്കെടുക്കേണ്ടെന്നും കമ്മിറ്റി അംഗങ്ങൾ 2 ചേരിയിലായി. എങ്കിലും യോഗ്യതാ മത്സരത്തിന് ടീമിനെ അയക്കാമെന്ന ധാരണയിലെത്തി. തയ്യാറെടുപ്പിന്റെ ഭാഗമായി ടീമിനെ വിദേശ പര്യടനത്തിന് അയക്കാനും തീരുമാനിച്ചു. കൊൽക്കത്തയിലായിരുന്നു പരിശീലന ക്യാമ്പ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ലോകകപ്പ് അരങ്ങേറ്റത്തിന് ഭാഗ്യം തുണനിന്ന നാളുകൾ കൂടിയായിരുന്നു അത്. യോഗ്യതാ മത്സരം ആരംഭിക്കുന്നതിന് മുൻപേ ഗ്രൂപ്പിലെ മറ്റ് രാജ്യങ്ങൾ പിന്മാറി. ഇതോടെ ഇന്ത്യക്ക് നേരിട്ട് യോഗ്യത ഉറപ്പായി. എന്നാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോ ടീമിനോ അത്ര ആവേശമൊന്നും കണ്ടില്ല. ലോകകപ്പിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും ടീമിനെ അയക്കുന്ന കാര്യത്തിൽ അന്നും ധാരണയായിരുന്നില്ല. സ്വാതന്ത്ര്യം നേടി 3 വർഷം മാത്രമായ രാജ്യം. ബ്രസീലിലേക്കുള്ള യാത്ര വലിയ സാമ്പത്തിക വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു. എന്നാൽ ഫിഫയും ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനും സഹായം വാഗ്ദാനം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാന അസോസിയേഷനുകളും സാമ്പത്തിക സഹായം ഉറപ്പു നൽകി. 1950 മെയ് 22-ന് മത്സരക്രമം നിശ്ചയിക്കാനുള്ള നറുക്കെടുപ്പ് നടന്നു. സ്വീഡൻ, പരാഗ്വേ, ഇറ്റലി എന്നിവരോടൊപ്പം 3ാം ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യ. ജൂൺ 28-നായിരുന്നു ഇന്ത്യയുടെ ആദ്യ മത്സരം നിശ്ചയിച്ചിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ 1950 മെയ് 23-ന് ഫുട്ബോൾ ഫെഡറേഷൻ കൊൽക്കത്തയിൽ യോഗം ചേർന്നു. ലോകകപ്പിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ആ യോഗത്തിലായിരുന്നു. ഇന്ത്യ ലോകകപ്പിൽ പങ്കെടുക്കുന്നില്ല. വിവരങ്ങൾ വൈകി ലഭിച്ചതിനാൽ വിമാനയാത്ര നടത്തേണ്ടി വരും. ടീം തെരഞ്ഞെടുപ്പും പരിശീലനവും പൂർത്തിയാക്കാൻ മതിയായ സമയം ലഭിക്കില്ല. ഈ സാഹചര്യത്തിൽ ടീമിനെ അയക്കുന്നത് ശരിയാകില്ല എന്നായിരുന്നു യോഗശേഷം പുറത്തിറക്കിയ പത്രക്കുറിപ്പ്. യഥാർത്ഥത്തിൽ ലോകകപ്പിനായി ഇന്ത്യ പരിശീലനം തുടങ്ങിയിരുന്നു. ഫിഫയും ബ്രസീലും യാത്രാ ചെലവ് ഉൾപ്പെടെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ചില സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷനുകൾ ഫണ്ട് ശേഖരണവും തുടങ്ങിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യ പോകുന്നില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നതായിരുന്നില്ല ഫെഡറേഷന്റെ കുറിപ്പ്. ഫെഡറേഷൻ തീരുമാനം വന്നതിന് പിന്നാലെ പല കഥകളും പ്രചരിച്ചു. ഇന്ത്യൻ താരങ്ങൾക്ക് ബൂട്ടിട്ട് കളിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ബൂട്ടില്ലാതെ കളിക്കാൻ താല്പര്യമറിയിച്ചെങ്കിലും ഫിഫ അനുവദിച്ചില്ല എന്നതായിരുന്നു അതിലൊന്ന്. പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ പാശ്ചാത്യ നിയമങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായില്ല എന്ന തരത്തിൽ ദേശീയ വികാരവും കൂടി ചേർന്നതോടെ ബൂട്ട് കഥയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. 1953-ലാണ് ബൂട്ട് നിർബന്ധമാക്കുന്ന നിയമം ഫിഫ കൊണ്ടുവരുന്നത്. 1948-ലെ ലണ്ടൻ ഒളിമ്പിക്സിലും 1952-ൽ ഹെൽസിങ്കിയിലും ഇന്ത്യ കളിച്ചത് ബൂട്ടില്ലാതെയാണ്. അതൊന്നും ഫിഫ എതിർത്തിരുന്നില്ല. ഇന്ത്യൻ ഫുട്ബോളിൽ 1955-ലാണ് ബൂട്ട് നിർബന്ധമാക്കുന്നത്. അതിനാൽ ഇന്ത്യയുടെ പിന്മാറ്റത്തിന് കാരണം ബൂട്ടല്ലെന്ന് ഉറപ്പായിരുന്നു.
പണവും മറ്റു ചില താല്പര്യങ്ങളുമായിരുന്നു ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനത്തെ അന്ന് സ്വാധീനിച്ചത്. ബ്രസീലിൽ പോയി വരുന്നതിനുള്ള ചെലവ് ഫെഡറേഷനെ ആശങ്കപ്പെടുത്തിയിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ഹെൽസിംകി ഒളിമ്പിക്സ് ആയിരുന്നു ഫെഡറേഷന്റെ പരിഗണന. ഫിഫ ലോകകപ്പ് വളർച്ചയുടെ പാതയിലായിരുന്നു. അതേസമയം ഒളിമ്പിക് ഫുട്ബോൾ പ്രതാപം കൈവരിച്ചിരുന്നു. യൂറോപ്പിനും ദക്ഷിണാമേരിക്കയും പുറത്തുള്ള രാജ്യങ്ങൾക്ക് ഒളിമ്പിക്സ് ആയിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. ലണ്ടനിലെ മികച്ച പ്രകടനം ഇന്ത്യൻ ടീമിന് ഒളിമ്പിക്സിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനാകും എന്നൊരു വിശ്വാസം വളർത്തിയിരുന്നു. ഇക്കാര്യം ഇതിഹാസ താരം സെയ്ലൻ മന്ന ഉൾപ്പെടെ അന്നത്തെ ടീമംഗങ്ങൾ പലരും പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ലോകകപ്പിന് താരങ്ങൾ പോലും അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഒളിമ്പിക്സ് ആയിരുന്നു എല്ലാവരുടെയും സ്വപ്നം. അതുകൊണ്ട് ലോകകപ്പിൽ നിന്ന് പിന്മാറിയപ്പോൾ പലർക്കും വലിയ നിരാശ പോലും തോന്നിയിരുന്നില്ല. അത് മാത്രമായിരുന്നില്ല കാരണം. ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന മോനുൽ ഹക്കിന് ചില ആശങ്കകളും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. യൂറോപ്പിലെയും ദക്ഷിണാമേരിക്കയിലെയും പ്രൊഫഷണൽ ടീമുകൾക്കെതിരെ ഇന്ത്യൻ ടീം വൻ തോൽവി ഏറ്റുവാങ്ങിയാലോ? ലണ്ടൻ ഒളിമ്പിക്സിൽ ഫ്രാൻസിനെ വിറപ്പിച്ച് ഇന്ത്യ നേടിയ പ്രശസ്തിക്ക് മങ്ങലേൽക്കില്ലേ? ഇതൊക്കെയായിരുന്നു ഹക്കിന്റെ ആശങ്കകൾ. ഫെഡറേഷനുള്ളിലെ ചേരിപ്പോരും കൂടിയായപ്പോൾ ലോകകപ്പ് അവസരം നാം നഷ്ടപ്പെടുത്തുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് ഇന്ത്യ ലോകകപ്പിനായി പരിശ്രമം തുടങ്ങുന്നത്. പക്ഷേ ഇക്കാലത്തിനിടെ യോഗ്യത റൗണ്ടിനപ്പുറം കടക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അന്ന് ഇന്ത്യ ലോകകപ്പ് കളിച്ചിരുന്നെങ്കിലോ ജയത്തിനും തോൽവിക്കും അപ്പുറം ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഇന്നിപ്പോൾ അതൊരു തീരാ നോവാണ്, സ്വയം വരുത്തിവെച്ച നോവ്.